ചേട്ടാ, എനിക്ക് എന്താ പറ്റിയേ? ഞെട്ടി എണീറ്റ പ്രണവും ആകെ മൊത്തം അങ്കലാപ്പിലായി. ശബ്ദം കേട്ട് ശരണ്യയുടെ അമ്മയും ഓടി വന്നു. മൂവരും ചേർന്ന വീടിനകം ആകെ പരതി. ഇല്ല, അവിടെ എങ്ങും വിയാനില്ല. അകത്തുനിന്ന് കുറ്റിയിട്ടിരുന്ന വാതിൽ തുറന്ന വീടിന്റെ പരിസരത്തും അവർ തിരയാൻ തുടങ്ങി. അപ്പോഴേക്കും ശരണ്യയുടെ കരച്ചിൽ കേട്ട അയൽവാസികളും അവിടെ ഓടിക്കൂടിയിരുന്നു. തങ്ങളുടെ എല്ലാം ഓമനയായ കുഞ്ഞു വിയാനെ കാണാനില്ലെന്ന വാർത്ത കേട്ട് അവരും നടുങ്ങി. ഒടുവിൽ എല്ലാവരും ചേർന്ന് അവനായി തിരയാൻ തുടങ്ങി. അയ്യോ, ഓടി വരണേ, ഓടി വരണേ, മോൻ. അയ്യോ. ആ വാക്കുകൾ മുഴുമിപ്പിക്കാൻ, എന്തിന് അവിടേക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കാൻ ആ കാഴ്ച കണ്ടു നിന്ന ചെറുപ്പക്കാരന് പോലും ആയില്ല. തൊട്ടടുത്ത വീടുകളിലും പരിസരങ്ങളിലും വിയാനെ, മോനെ എന്ന് വിളിച്ചോടി നടന്നവരെല്ലാം ഒരു നിമിഷം ഒന്ന് നിന്നു. ആ ചെറുപ്പക്കാരൻ നിൽക്കുന്നിടം, അവൻ ചൂണ്ടിക്കാണിച്ച ഇടം, അത് നൽകുന്നത് ഒട്ടും തന്നെ ശുഭസൂചനയായിരുന്നില്ല. അവിടെ ആ ചെറുപ്പക്കാരൻ കണ്ട കാഴ്ച എന്തായിരുന്നു? രാത്രി അച്ഛനൊപ്പം കിടന്നുറങ്ങിയ ആ 1.5 വയസ്സുകാരന് സംഭവിച്ചത് എന്തായിരുന്നു? വാതിൽ ഒറ്റയ്ക്ക് തുറക്കാൻ കഴിയാത്ത ആ കുഞ്ഞെങ്ങനെ അത്ര ദൂരം സഞ്ചരിച്ച് അവിടെ വരെ എത്തി? തയ്യൽ കൊലപാതകത്തിന്റെ പിന്നിലെ മുഴുവൻ കഥയും കണ്ടറിയാം AI ദൃശ്യമികവിൽ റിപ്പോർട്ടർ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ.